ഇന്ന് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റ് കഴിഞ്ഞതിന് ശേഷം ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ തോറ്റുപോയ കെവിൻ ഓവൻസ് റിംഗിൽ ഫാൻസുമായി സംസാരിക്കാൻ നോക്കിയ WWE ചാമ്പ്യൻ കോഡി റോഡ്സിനെ ഒന്ന് അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ശേഷം WWE ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ബാൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫിനിഷിംഗ് മൂവ്, അതായത് പൈൽ ഡ്രൈവ് ഫിനിഷിംഗ് മൂവ് കെവിൻ ഓവൻസ് വീണ്ടും യൂസ് ചെയ്തുകൊണ്ട് കോഡി റോഡ്സിനെ അറ്റാക്ക് ചെയ്ത് കോഡി റോഡ്സിനെ ഇഞ്ചുറി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേ മൂവ് ആഴ്ചകൾക്ക് മുൻപ് സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ വെച്ച് റാൻഡി ഓർട്ടനെ ചെയ്തുകൊണ്ട് കെവിൻ ഓവൻസ് റാൻഡി ഓർട്ടനെയും ഇഞ്ചുറി ആക്കിയിരുന്നു. ഇപ്പോഴിതാ കോഡി റോഡ്സിനെയും കെവിൻ ഓവൻസ് ഈ ഒരു പൈൽ ഡ്രൈവ് മൂവ് ചെയ്ത് ഇഞ്ചുറി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഓഫ് എയറിൽ ഇതെല്ലാം സംഭവിച്ചതിന് ശേഷം ട്രിപ്പിൾ എച്ചും കെവിൻ ഓവൻസുമായിട്ട് ഫൈറ്റ് വരുന്നത് പോലെയെല്ലാം കാണിച്ചിട്ടുണ്ട്. അതായത് ചാമ്പ്യൻഷിപ്പുമായി സെലിബ്രേറ്റ് ചെയ്ത കെവിൻ ഓവൻസിൻ്റെ കയ്യിൽ നിന്നും ചാമ്പ്യൻഷിപ്പ് എല്ലാം ട്രിപ്പിൾ എച്ച് തട്ടിക്കളയുന്നതായിട്ടും കെവിൻ ഓവൻസിനെ പിടിച്ച് തള്ളി ഇവർക്ക് തമ്മിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നം, അതായത് ഇതൊരിക്കലും പ്ലാൻ ചെയ്തതല്ല, റിയൽ ഫൈറ്റ് ആയിട്ടാണ് ഇന്ന് കൊണ്ടുപോയിട്ടുള്ളത്. അങ്ങനെ ഈ സെഗ്മെന്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ന്യൂസ് എല്ലാം വന്നത് കോഡി റോഡ്സിന് ശരിക്കും ഇഞ്ചുറി സംഭവിച്ചു എന്നും ചാമ്പ്യൻഷിപ്പ് തിരികെ കൊടുക്കേണ്ടതായിട്ട് വരും എന്നൊക്കെയാണ്. അപ്പോൾ ഇത് ശരിക്കും സംഭവിച്ച ഇഞ്ചുറി ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇത് ശരിക്കും സംഭവിച്ച ഇഞ്ചുറി ആയിട്ട് തോന്നുന്നില്ല. ഇതിവർ മുൻകൂട്ടി പ്ലാൻ ചെയ്തത് തന്നെയാണ് ഇന്ന് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റിൻ്റെ ഓഫ് എയറിൽ നമ്മൾ കണ്ടത്. പക്ഷേ റിയൽ ഫൈറ്റ് ആയിട്ടാണ് ന്യൂസ് എല്ലാം വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കെവിൻ ഓവൻസ് വന്ന് അറ്റാക്ക് ചെയ്ത സമയത്ത് കോഡി റോഡ്സ് കറക്റ്റായിട്ടും ആ ഒരു പൈൽ ഡ്രൈവ് മൂവ് കിട്ടാൻ വേണ്ടിയിട്ട് ബാലൻസ് ചെയ്തുകൊണ്ട് കെവിൻ ഓവൻസുമായിട്ട് ചേർന്ന് ആ ഒരു മൂവ് വാങ്ങുന്നതായിട്ട് നമ്മൾക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കും. പിന്നെ AEWയിലും ഇത്തരത്തിലുള്ള മൂവെല്ലാം കോഡി റോഡ്സ് ചെയ്യാറുമുണ്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ടും WWE പ്ലാൻ ചെയ്ത കാര്യമാണ്. ഇഞ്ചുറി ഒന്നും ശരിക്കും സംഭവിച്ചു കാണില്ല. കോഡി റോഡ്സിന് സ്റ്റോറി ലൈൻ പ്രകാരമുള്ള ഇഞ്ചുറിയാണ് സംഭവിച്ചിട്ടുള്ളത്. അതല്ലാതെ മറ്റൊരു പ്രശ്നവും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ചാമ്പ്യൻഷിപ്പ് ഒന്നും തിരികെ വാങ്ങാനും ചാൻസ് ഇല്ല. അപ്പോൾ ഇത് ശരിക്കും സംഭവിച്ച കാര്യമാണെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞ അതേ കാര്യത്തിന് കോഡി റോഡ്സിന് തയ്യാറാവേണ്ട യാതൊരു ആവശ്യവുമില്ല. അതായത് ശരിക്കും വന്ന് കെവിൻ ഓവൻസ് അറ്റാക്ക് ചെയ്തു എന്ന് വിചാരിക്കുക, ശേഷം പൈൽ ഡ്രൈവ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കോഡി റോഡ്സിന് സെറ്റാവേണ്ട യാതൊരു ആവശ്യവും ഇല്ല. കോഡി റോഡ്സിന് അത് ഒഴിഞ്ഞു മാറാം. അപ്പോൾ ഇത് മുഴുവനായിട്ടും ഇവർ ചെയ്തിട്ടുള്ള പ്ലാനാണ്. ഇങ്ങനെ ചെയ്യാനായിട്ട് പല കാരണങ്ങളും ഉണ്ടാകാം. അതായത് കോഡി റോഡ്സ് WWE വന്നതിന് ശേഷം, അതായത് സെത്തിൻ്റെ കൂടെയുള്ള മാച്ചെല്ലാം കഴിഞ്ഞ് ഇഞ്ചുറിയൊക്കെ മാറി തിരികെ വന്നതിന് ശേഷം ഇതുവരേക്കും ഒരുവിധം എല്ലാ സ്പെഷ്യൽസിലും ലൈവ് ഇവൻറ്റിലും കണ്ടിന്യൂസ് ആയി മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോറി ഇങ്ങനെ ചെയ്ത് കുറച്ച് നാളത്തേക്ക് കോഡി റോഡ്സിന് ഒരു ലീവ് കൊടുക്കാനും അതുപോലെ തന്നെ കോഡി തിരികെ വന്നതിന് ശേഷം ഇവരുടെ സ്റ്റോറി കണ്ടിന്യൂ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ ട്രിപ്പിൾ എച്ചുമായിട്ടുള്ള സ്പാർക്ക് എല്ലാം വരാൻ കാരണം നിങ്ങൾക്കറിയാം, ഇനി ഇവരുടെ മാച്ചിന് ഒടുക്കത്തെ ഹൈപ്പായിരിക്കും. അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്തായാലും കോഡി കുറച്ച് നാൾ ലീവ് എടുത്ത് ഇഞ്ചുറി എല്ലാം മാറി വരും. അതിനേക്കാൾ മുൻപ് റാൻഡി ഓർട്ടനായിരിക്കും റിട്ടേൺ ചെയ്യുക. അപ്പോൾ ഈ ഒരു സെഗ്മെന്റ് ഇവർ മുൻകൂട്ടി പ്ലാൻ ചെയ്ത കാരണമാണ് ഇന്ന് റാൻഡി ഓർട്ടൻ്റെ പ്ലാൻ ചിലപ്പോൾ ഇവർ മാറ്റിയിട്ടുണ്ടാകുക. എന്തായാലും ശരിക്കും സംഭവിച്ച ഇഞ്ചുറി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. സ്റ്റോറി ലൈനാണ്. ചാമ്പ്യൻഷിപ്പും തിരികെ വാങ്ങാൻ ചാൻസ് ഇല്ല. ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറഞ്ഞേ പറ്റൂ, കെവിൻ ഓവൻസും കോഡി റോഡ്സും ചേർന്നുകൊണ്ട് ഇത് വേറെ ലെവലാക്കി ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് ട്രിപ്പിൾ എച്ചും കൂടി വന്നപ്പോൾ സെറ്റായിട്ടുണ്ടായിരുന്നു.